അക്ഷയ എന്നെ നോക്കണേ. എന്നെ അക്ഷയ എന്നെ പുള്ളി ചോദിച്ചേ, നമ്മുടെ മലയാളി ചേട്ടൻ എന്തായിരുന്നു സംഭവം? ആയിക്കോട്ടെ. ഷോർട്ട് വീഡിയോ കമന്റ് ഇട്ടുണ്ടായിരുന്നല്ലോ, ടുഗദർ ഇടാമോന്ന് ചോദിച്ചിട്ട്. കാന്താരി എന്നിട്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, അവനില്ലെങ്കിൽ ഒക്കില്ല, എന്നിട്ട് ഒന്നുകിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് മലയാളി ചേട്ടൻ പറയുന്നത്? ഹലോ, കേൾക്കുന്നില്ല, സ്റ്റക്കാണല്ലോ. കേൾക്കുന്നുണ്ട്. പ്രശ്നമാണോ അതെ അവിടുത്തെ പ്രശ്നമാണോന്ന് അറിയത്തില്ല. റേഞ്ച് ഇവിടെ മഴക്കാറുണ്ട്, ചിലപ്പോൾ അതിന്റെ ആയിരിക്കും. അക്കോർഡൻസ് വിളിക്കുന്നുണ്ട്, സ്നേഹം തരുന്നുണ്ട്. പക്ഷേ സൗണ്ട് ഓക്കെ ആണോ? ഞാന് എന്താ ടുഗദറാണ് എപ്പോഴും ഇടാറുള്ളത് മലയാളി ചേട്ടാ, കാരണം നെറ്റിന് ഇഷ്യൂള്ള കാരണം ടുഗദർ തന്നെയാണ് ഇടാറുള്ളത്. അത് നൈറ്റ് അല്ലേ, അല്ലാണ്ട് ഇപ്പം പകൽ എനിക്ക് എന്തായാലും ടൈം ഉണ്ടാവില്ല, ഇടത്തില്ലല്ലോ സാധാരണ. അപ്പൊ നൈറ്റ് എന്തായാലും ടുഗദർ ഉണ്ട്. ഓക്കെ, വേറെന്താ? ജസ്റ്റ് ഒരു പാട്ട് പാടുവോ? ഡ്യൂട്ടിയിലാന്നാണോ പറഞ്ഞത്? ഡ്യൂട്ടി അല്ല, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാ. കൺമഷി ഹായ് ഹായ്, യൂസഫക്ക ഹായ്, ചേട്ടാ ഹായ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ ആണോ നെറ്റിന്റെ പ്രശ്നം, അവിടെയാണോ എന്തോ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. മലയാളി ചേട്ടൻ എന്താ പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താ വിച്ചുവിൻ്റെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അവനെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് സംസാരിക്കുന്നതല്ലേ കുറച്ചുകൂടി ബെറ്റർ. നിന്നെ ആക്റ്റീവ്, ഞാൻ ആക്റ്റീവ് തന്നെയാണല്ലോ. ഓ, എന്നെ ആക്റ്റീവായി വേണമെന്ന്. ഓക്കെ, മനസ്സിലായി. കൺമഷിയിലേക്ക് സ്വാഗതം. ജസ്റ്റ് ഒരു പാട്ട് പാടാൻ പറ്റില്ല? ഒരു 2 ലൈൻ ഏതേലും. ഞാൻ എന്ന് പാടുന്ന പാട്ട് തന്നെ പാടിയിട്ട് ഞാൻ ഇറങ്ങാം കേട്ടോ. കാര്യമില്ലെങ്കിൽ ഞാൻ നിന്നോട് ഇങ്ങനെ പറയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ചേട്ടാ. ഞാനത് പറഞ്ഞു, ഒന്നിൽ നിങ്ങൾ അവനെ വിളിച്ച് എന്താ പറയുക പേഴ്സണലി കോൺടാക്ട് ചെയ്ത് അവരോട് സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അല്ലെങ്കിൽ ഞാൻ നൈറ്റാണ് ടുഗദർ ഇടാറുള്ളത്, അല്ലാതെ ഇവിടെ ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം കേൾക്കുന്നവരും വേറെ എന്തെങ്കിലും രീതിയിൽ എടുക്കും, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് അതിവിടെ എന്താ പറയുക സ്റ്റോപ്പ് നല്ലത്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഞാൻ കാര്യം പറഞ്ഞേ ഉള്ളൂ. ആരോട്? എന്നോടാണോ? അല്ല, ഞാൻ ആര്യാസ് വേൾഡ് ഹായ്, ലൈക്ക് സാദം ലൈക്ക് പറയുന്നുണ്ട്. കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. കഴിച്ചേട്ടാ. സരി ചേച്ചി ഹായ്. ഒന്ന് പാടിക്കോ. തിരുവേരി ഹായ്. ഞാൻ പാടുന്ന തിരുമേനി കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ പുരുഷോത്തമൻ, നമ്മുടെ തിരുമേനി, നമ്മുടെ സ്വന്തം തിരുമേനി. ഹായ് പുരുഷോത്തമൻ ചേട്ടാ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? നിങ്ങൾ അവര് വേണം എന്ന് പറയും. നിങ്ങൾ അവര് വിളിക്ക്, ഫോൺ ചെയ്യ്, ഫോണില്ലേ, നമ്പറില്ലേ, കോൾ ചെയ്യൂ. മലയാളി ചേട്ടാ കാര്യം പറഞ്ഞ് മനസ്സിലായില്ലേ സുൽത്താൻ ചേട്ടാ? എന്നെ പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. തിരുമേനി എവിടെയായിരുന്നു തിരുമേനി? കാരണം നമുക്ക് ഇവരെ അറിയാത്ത ആളുകളുടെ അടുത്ത് നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അവരായിട്ട് പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് അത് അവിടെ തീർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ ഞാൻ എന്തായാലും ലൈവ് ഇടുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ വേണമെങ്കിൽ അവിടെ സംസാരിക്കാൻ വേണമെങ്കിൽ എന്താ പറയുക ടുഗദർ കയറി ആർക്കാണെങ്കിൽ സംസാരിക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കി തരാം, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കിപ്പോൾ ഇതിൽ വേറെ ഒന്നും പറയാനില്ല കേട്ടോ. പിന്നെന്താ? ക്ലാസ്സിനോട് ഞാൻ കൂട്ടില്ല കേട്ടോ. മലയാളി ചേട്ടാ അവർ രണ്ടുപേരും ഒരു ലൈവിൽ ഉണ്ടെന്ന് പറയുന്നത്. ആലിയ, അതെ എന്നാ അതെ ഏതാന്ന് പറഞ്ഞു കൊടുക്കലിയ. ആ ലൈവ് ഒന്ന് പറഞ്ഞു കൊടുക്കുക ആലിയ. വിട്ടോ ഓടിച്ചില്ല. സുഖം മോളെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ തിരുമേനി. അല്ല തിരുമേനി. സാസ് ഹായ് പറയുന്നുണ്ട്. നോം ഇവിടെ ഉണ്ട് ഹോം എന്ന് പറയുന്നുണ്ട്. പോയോ? വിജയ് ഒന്ന് കമന്റ് ഇട്ട് വിജയ്. തിരുമേനി ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്, ഒത്തിരി സ്നേഹം കൊടുക്കുന്നുണ്ട്. നമ്മുടെ യൂസഫിക്ക അതാകുമ്പോ മലയാളി ചേട്ടൻ അവിടെ ഇരുന്ന് അങ്ങോട്ട് സംസാരിച്ചാൽ മതിയല്ലോ. എന്താ പറയാ, കാരണം എനിക്ക് ഇവിടെ ഒന്നും പറയാൻ പറ്റാത്തോണ്ടാണ്. കാരണം ഞാൻ എന്റെ ലൈവിലാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞേനെ. ഓക്കെ, ഇവിടെ പറഞ്ഞാണേ. വേദ ഹായ്, ലൈവിലേക്ക് സ്വാഗതം വേദ. സാസേ ഫുഡ് കഴിച്ചോ? സജിമുത്തേന്ന് വിളിക്കുന്നുണ്ട്. സജി ചേച്ചി ഫുഡ് കഴിച്ചല്ലേ? 3:30 ആയല്ലേ? സാസ് ലൈവിൽ പഠിച്ചു. ദൈവത്തോടെന്നും ഞാൻ പറയാറുണ്ട് പ്രിയേ, 1000 നന്ദി വാക്കുകൾ. നിന്നെ